എൻ്റെ വൈഫ് അനിത. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്ന് ജോലിക്ക് പോകണ്ടേ? ചേച്ചി പറഞ്ഞു നോ പ്രോബ്ലം, നമുക്ക് സംസാരിക്കാൻ സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, ഹൗ ആർ യു? I'm good, thank you. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ മലയാളം പഠിച്ചത് ചേച്ചിയോട് പഞ്ചാര അടിക്കാനും കൂടിയാണെന്ന്. എങ്ങനെയായിരുന്നു ചേട്ടൻ പണ്ട് ആ ഒരു പഞ്ചാരടിയിൽ മോശമല്ല എന്നാണ് പറഞ്ഞത്? ചേച്ചി പറ. ഞാൻ സത്യം പറഞ്ഞോട്ടെ? ഓ പറഞ്ഞു. അപ്പോൾ നോർമലി ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ലൈക്ക് മെയിൽ ഷോവനിസ്റ്റ് ലേഡീസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അങ്ങനത്തെ ഉള്ള ഒരാൾ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് ആവരുത് എന്ന് എനിക്കൊരിക്കലും. എന്നെ ഭയങ്കര ഹി യൂസ് ടു ട്രീറ്റ് മീ വിത്ത് കുറേ റെസ്പെക്റ്റും സ്പെഷ്യൽ അറ്റൻഷൻ തരുന്നു. അപ്പം ഞാൻ അതിൽ വീണുപോയി. പിന്നെയാണ് അറിയണത് എല്ലാ ഗേൾസിനോടും അവൻ അങ്ങനെയാണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി. പക്ഷേ ബട്ട് കുഴപ്പമില്ല, ഹീസ് ഓക്കെ. പാസ് മാർക്ക് തരാം, ആന്റിക്ക് ആയിട്ടില്ല. എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങള്? ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് 30 years നോ, 32 years. അതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഞാൻ സ്റ്റേജിൽ പാടുമ്പോഴാണ് ഇവിടെ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് വെസ്റ്റേൺ ബാൻഡാണ്, ഞാൻ ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു 10 വർഷം, ഒരു പ്രൊഫഷണൽ വെസ്റ്റേൺ ബാൻഡ്. ഇപ്പൊ ഇവരുടെ കോളേജിൽ ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാൻഡിനെ വിളിച്ചു. എൻ്റെ അനിയത്തി അവിടെ പഠിക്കുന്നത് ആ കോളേജിൽ, മേഴ്സി കോളേജ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ പാടിയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഗിറ്റാറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി 2 കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരണം പരിചയപ്പെടുത്താൻ. അതിൽ ഒരാളായിരുന്നു ഇയാള്. പിന്നീട് എൻ്റെ അനിയത്തിയുടെ ബാൻഡിൽ ഇവള് പാടും. അപ്പോൾ ആ ബാൻഡിൽ പാടാൻ തുടങ്ങി, പ്രാക്ടീസ് ഒക്കെ ഇവിടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല പ്രാക്ടീസ് ഒക്കെ ആയപ്പോൾ വീട്ടിൽ തന്നെ കൂടാൻ വിചാരിച്ചു. ഏതായിരുന്നു ആ പാട്ട് അന്ന് പാടിയത്? അതായത് ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് വണ്ടർഫുൾ ടു നൈറ്റ്. അന്നല്ല കേട്ടോ, അതിനുശേഷമുള്ള സ്റ്റേജസിലായിരുന്നു ഇവൾ നിർബന്ധം പറയുന്നത് ആ പാട്ട് പാടുന്നത്. ബിക്കോസ് ഞാൻ അതിലൊരു വാക്കുണ്ട്, ആ പാട്ടിലുള്ള വാക്ക് ലോങ് ബ്ലോണ്ട് ഹെയർ എന്നാണ്. അത് സ്വർണ്ണ നിറമുള്ള നീണ്ട മുടിയുള്ള പെണ്ണെ എന്നാണ്. ഞാൻ അതിനെ മാറ്റി, ഇവൾ ഓഡിയൻസിലുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ഞാൻ ഷോർട്ട് ബ്ലാക്ക് ഹെയർ എന്ന് പറയും, ഇവൾക്ക് വേണ്ടി മാറ്റും. അപ്പോൾ അവൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താ പറഞ്ഞാൽ സ്റ്റേജിൽ, അപ്പോൾ അവൾക്കറിയാം ഞാൻ സ്റ്റേജിൽ ഇരുന്ന് പാടുന്നത് ആ വാക്ക് ഇവൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് മൊത്തം മാറ്റി ഞാൻ വാക്ക്. കുറെ ലേഡീസ് കോളേജിൽ പാടാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചീത്ത പറയണ്ട പറഞ്ഞിട്ട് അത് പാടും, സോ ദാറ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയില്ലല്ലോ. അല്ല, അവിടെ ഞാൻ ലോങ് ബ്ലോണ്ട് തന്നെ പറയും, ബ്ലാക്ക് പറയില്ല. ബിക്കോസ് അവൾ അവിടെ ഇല്ലല്ലോ, ശരിയല്ലല്ലോ. നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഇത് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയതാണ്, പക്ഷെ ഇത് ആന്റിക് തന്നെയാണ്. ഇത് ഏകദേശം ഒരു 100-ന്റെ അടുത്ത് വരും. 100 വർഷം? ഇത് 100 എന്ന് പറയുന്നത് കുറവാണല്ലോ, ഇനി ബാക്കി കാണാൻ പോകുന്നത് ഇതിലും കൂടുതലുള്ളതാണ്. 100 വർഷം പഴക്കമുള്ളത് ഏകദേശം. എന്റെ വയസ്സിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയുണ്ട്. അതെ. ഓക്കെ, നമ്മുടെ ഫാമിലി ഫോട്ടോ, ചേട്ടന്റെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സെന്ററിലുള്ളത് അച്ഛനമ്മ, പിന്നെ എൻ്റെ വൈഫും കുട്ടികളും ഉണ്ട്, പിന്നെ എൻ്റെ അനിയത്തി അവരുടെ കുട്ടികളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ. അനിയത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എടുത്താണ്. അനിയത്തി US-ലാണ്.